ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രൊജക്റ്റൈൽ മോഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇൻ എ പ്രൊജക്റ്റൈൽ മോഷൻ യു ആർ ഹാവിങ് 2 കോർഡിനേറ്റ്സ്. നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡയറക്ഷനിലും യു വിൽ ബി ഹാവിങ് വെലോസിറ്റി ആസ് വെൽ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ആ യു എന്ന വെലോസിറ്റിയിൽ നമ്മളൊരു പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യാണ്. യു വെലോസിറ്റിയിൽ ഒരു പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ വെലോസിറ്റി എന്ന വെക്ടറിന് എക്സ് ആക്സിസിലും ഒരു പ്രൊജക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പണൻ്റ് ഉണ്ട്, വൈ ആക്സിസിലും ഒരു കമ്പണൻ്റ് ഉണ്ട്. അതിലെ എക്സ് ആക്സിസിലെ കമ്പണൻറ്റ് ഇഫ് ദാറ്റ് ആംഗിൾ ഈസ് തീറ്റ, നമുക്ക് എക്സ് ആക്സിസിലെ കമ്പണൻറ്റിനെ യു കോസ് തീറ്റ എന്നും വൈ ആക്സിസിലെ കമ്പണൻറ്റിനെ യു സൈൻ തീറ്റ എന്നും എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇനിഷ്യലി നമ്മളൊരു പ്രൊജക്റ്റൈൽ മോഷനിൽ, അതായത് ചെറിയൊരു ഇൻക്ലിനേഷനിൽ ഒരു ഒബ്ജക്റ്റ് ഞാൻ എറിയുകയാണെങ്കിൽ and if it is making an angle theta degree with the horizontal, then u cos theta will be the horizontal velocity and u sin theta will be the vertical velocity. ഇനി ഇതുപോലെ തന്നെ ആയിരിക്കുമോ? ത്രൂ ഔട്ട് ദ മോഷൻ യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും ആയിരിക്കുമോ എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും വെലോസിറ്റി? അല്ല. കാരണം എക്സ് ആക്സിസിൽ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നില്ല. ആക്സിലറേഷൻ ആക്ട് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി വിൽ ചേഞ്ച്. ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ വെലോസിറ്റി വിൽ നോട്ട് ചേഞ്ച്. എക്സ് ആക്സിസിൽ എന്തെങ്കിലും ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. എക്സ് ആക്സിസിൽ യാതൊരുവിധ ആക്സിലറേഷനും ഇല്ല. അതുകൊണ്ട് ത്രൂ ഔട്ട് ദ മോഷൻ ദ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് വിൽ ബി യു കോസ് തീറ്റ. അതുകൊണ്ടാണ് നിങ്ങൾ ത്രൂ ഔട്ട് ദ മോഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ നീല നിറത്തിൽ യു കോസ് തീറ്റ യു കോസ് തീറ്റ യു കോസ് തീറ്റ അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല. അതിൻ്റെ റീസൺ എന്താണ്? ബിക്കോസ് ദർ ഈസ് നോ ആക്സിലറേഷൻ അലോങ് എക്സ് ആക്സിസ്. പക്ഷേ നമ്മൾ വൈ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ യു സൈൻ തീറ്റയാണ്. ബട്ട് ഗ്രാജുവലി ദാറ്റ് യു സൈൻ തീറ്റ വിൽ ചേഞ്ച്. കാരണം വൈ ആക്സിസിൽ ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ആക്ടിങ് അലോങ് വൈ ആക്സിസ്. അതുകൊണ്ട് തന്നെ ദാറ്റ് യു സൈൻ തീറ്റ വിൽ നോട്ട് റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. ശരിയല്ലേ? എനിക്ക് എന്ത് എഴുതാം? യു എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ്? അത് യു കോസ് തീറ്റയാണ്. ശരിയല്ലേ? വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി, അതായത് പ്രൊജക്റ്റൈലിൻ്റെ അവസാനം വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ്? അതും യു കോസ് തീറ്റ തന്നെയാണ്. ശരിയല്ലേ? നൗ വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് എക്സ് ആക്സിസ് ആണ് നമ്മളിവിടെ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ശരിയല്ലേ? സോ എക്സ് ഈസ് ഈക്വൽ ടു, യു നോ ദാറ്റ് x is equal to distance into velocity into time. So the distance along x axis is equal to velocity into time. ഇവിടെ velocity എന്താണ്? Velocity is equal to u cos theta into time. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ time t is equal to x divided by u cos theta. റൈറ്റ്? അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇനി വൈ ആക്സിസിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇനിഷ്യലി വൈ ആക്സിസിലെ വെലോസിറ്റി എത്രയായിരുന്നു? യു സൈൻ തീറ്റ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വൈ ആക്സിലെ വെലോസിറ്റി മാറില്ലേ? അതിൻ്റെ റീസൺ എന്താണ്? ബിക്കോസ് ദർ ഈസ് ആക്സിലറേഷൻ അലോങ് വൈ ആക്സിസ്. അതുകൊണ്ട് തന്നെ വി വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ മൈനസ് ജി ടി. അല്ലേ? യു നോ ദാറ്റ് ദ ഇക്വേഷൻ ഈസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി യു പ്ലസ് എ ടി. ഇവിടെ ആ ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്, ആക്സിലറേഷൻ ജി ആണ്, ടൈം ടി ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ വന്നു. സോ വി വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ മൈനസ് ജി ടി. ഇനി വൈ എന്താണ്? വൈ ഈസ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ശരിയല്ലേ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഇതാണ് യു. So y is equal to ut plus half acceleration into t square. Correct? ഇത് എന്തായിട്ട് മാറും? This is equal to u sin theta into ഈ ടൈമിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ടൈം t is equal to x divided by u cos theta. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x divided by u cos theta പ്ലസ് ഈ സൈൻ ഓപ്പോസിറ്റ് അല്ലേ? യു നോ ദാറ്റ് ദി ഇക്വേഷൻ ഈസ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ
പക്ഷേ ഇവിടെ ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് ജി ആണ്. കറക്റ്റ്. സോ യു സൈൻ തീറ്റ ഇൻറ്റു എക്സ് ബൈ യു കോസ് തീറ്റ പ്ലസ് മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എക്സ് ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് വി ആർ ഗെറ്റിംഗ് ദി ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റിസൾട്ടൻ്റ് വെലോസിറ്റിയാണ്. ഇപ്പോൾ എനിക്ക് എക്സ് ആക്സിലൊരു വെലോസിറ്റി ഉണ്ട്, വൈ ആക്സിലൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വെക്റ്റർ അഡീഷനാണ് റിസൾട്ടൻ്റ് വെലോസിറ്റി. സോ വി റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. അത് നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യാം, സ്ഥലം തികഞ്ഞില്ലെങ്കിലോ. ഓക്കെ, സോ വി റൂട്ട് ഓഫ് വി എക്സ് എത്രയാ, വി എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് വാട്ട് ഈസ് വി വൈ, വി വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ മൈനസ് ജി ടി, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2u സൈൻ തീറ്റ ജി ടി, ശരിയല്ലേ, പ്ലസ് ജി സ്ക്വയർ ടി സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ദിസ് ഈസ് ഈക്വൽ ടു സി യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ, കാരണം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്, യു സ്ക്വയർ മൈനസ് 2u ജി ടി സൈൻ തീറ്റ പ്ലസ് ജി സ്ക്വയർ ടി സ്ക്വയർ. ഓക്കെ, ഇതാണ് റിസൾട്ടൻ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. നൗ വാട്ട് ഈസ് ടാൻ ബീറ്റ? സി, നിങ്ങൾ ഈ ഫിഗറിൽ നോക്കുമ്പോൾ വാട്ട് ഈസ് ടാൻ ബീറ്റ? ടാൻ ബീറ്റ ഈസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് എന്താണ്? ടാൻ ബീറ്റ ഓപ്പോസിറ്റ് വി വൈ ആണ്, ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് വി എക്സ് ആണ്. ഇതാണ് വി എക്സ്, ഇതാണ് വി വൈ. സോ ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു വി വൈ ഡിവൈഡഡ് ബൈ വി എക്സ്. ഈ വി വൈ എത്രയാണ് നമ്മൾ കണ്ടു? വാട്ട് വാസ് വി വൈ? വി വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ മൈനസ് ജി ടി. വി വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ മൈനസ് ജി ടി ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് യു എക്സ്? യു കോസ് തീറ്റ. ഓക്കെ അല്ലേ? ഓക്കെ, now ഇവിടെ നോക്കുക, നമുക്ക് അടുത്തത്, ഇപ്പോൾ നമ്മൾ കണ്ടത് നോർമൽ ഒരു പ്രൊജക്റ്റൈൽ മോഷനാണ്. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനിൽ along x axis there is no variation for the velocity. അത് ത്രൂ ഔട്ട് ദ മോഷൻ യു കോസ് തീറ്റയാണ്. പക്ഷേ വൈ ആക്സിസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് ദ ഇനീഷ്യൽ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് യു സൈൻ തീറ്റ കീപ്സ് ഓൺ ചേഞ്ചിങ്. ഇറ്റ് ബിക്കംസ് യു സൈൻ തീറ്റ മൈനസ് ജി ടി, കാരണം വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടെ ആക്സിലറേഷൻ ജി ആയതുകൊണ്ട് യു സൈൻ തീറ്റ മൈനസ് ജി ടി. എന്തുകൊണ്ട് മൈനസ് വന്നു? കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നമ്മൾ എറിഞ്ഞത് മുകളിലേക്കാണ്, പക്ഷേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാണ്. ശരിയല്ലേ? അങ്ങനെ നമുക്ക് യു എക്സ് എന്താണ് നമ്മൾ കണ്ടു, വി എക്സ് എന്താണ് നമ്മൾ കണ്ടു, ടൈം ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ. അതുപോലെ യു വൈ, ഇനിഷ്യൽ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് യു സൈൻ തീറ്റയാണ്, ഫൈനൽ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് യു സൈൻ തീറ്റ മൈനസ് ജി ടി. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടൻ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2u ജി ടി സൈൻ തീറ്റ പ്ലസ് ജി സ്ക്വയർ ടി സ്ക്വയർ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. സോ യു സ്ക്വയർ മൈനസ് 2u ജി ടി സൈൻ തീറ്റ പ്ലസ് ജി സ്ക്വയർ ടി സ്ക്വയർ ദ ഓൾ റൂട്ട്. ഓക്കെ, now what is tan beta? Velocity along y axis divided by velocity along x axis. What is the velocity along y axis? u sin theta minus gt divided by u cos theta. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ കാണാം. അത് ഞാനൊരു ടവറിൻ്റെ മേലെ കയറി നിന്നാണ് ഞാനൊരു ഒബ്ജക്റ്റ് ത്രോ ചെയ്യുന്നത്. ഒരു ഹൈറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഒബ്ജക്റ്റ് ത്രോ ചെയ്യുന്നത്, ഗ്രൗണ്ടിൽ നിന്നിട്ടല്ല. അപ്പോൾ അതിന് ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ, നമ്മൾ നേരത്തെ എന്താണ് കണ്ടത്? അതിൻ്റെ ഒരു പകുതി മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എറിഞ്ഞ വെലോസിറ്റി യു ആണെന്ന് വിചാരിക്കുക. ദാറ്റ് യു വിൽ റിമെയിൻ ദ സെയിം അലോങ് എക്സ് ആക്സിസ്. അതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ശരിയല്ലേ? ഇനിഷ്യലി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇനിഷ്യലി ഞാൻ ഒരു ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി എറിഞ്ഞപ്പോൾ ഏത് ഡയറക്ഷനിൽ മാത്രമേ വെലോസിറ്റി ഉള്ളൂ? എക്സ് ഡയറക്ഷനിൽ മാത്രമേ വെലോസിറ്റി ഉള്ളൂ. വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല, വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല. കാരണം യു ആർ ത്രോയിങ് ദറ്റ് ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി. അപ്പോൾ അതിനൊരു വെർട്ടിക്കൽ കമ്പണൻ്റ് ഇല്ല. സോ ദ ടോട്ടൽ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ഈസ് 0 ഇനിഷ്യലി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ വൈ ആക്സിസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗെയിനിങ് velocity along y axis also.
ശരിയല്ലേ? എക്സ് ആക്സിലെ വെലോസിറ്റിക്ക് വല്ല മാറ്റം സംഭവിക്കുമോ? യാതൊരുവിധ മാറ്റവും എക്സ് ആക്സിൽ സംഭവിക്കില്ല. സോ യു ക്യാൻ റൈറ്റ് യു എക്സ് ഈസ് ഈക്വൽ ടു വി എക്സ് ഈസ് ഈക്വൽ ടു യു. അതായത് ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും അലോങ് ദ എക്സ് ആക്സിസ് വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. ഇറ്റ് വിൽ ബി ദ സെയിം ആൻഡ് ഇറ്റ് ഈസ് യു. നൗ വാട്ട് അബൌട്ട് the velocity along y-axis? Initially it is 0, uy is equal to 0. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? യു നോ ദാറ്റ് ദി ഇക്വേഷൻ ഈസ് v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ശരിയല്ലേ? സോ ഇനിഷ്യലി ഇറ്റ് ഇസ് 0, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജി ടി ആയി മാറി. സോ വി ഈസ് ഈക്വൽ ടു ജി ടി. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വി വൈ ഈസ് ഈക്വൽ ടു ജി ടി. ശരിയല്ലേ? ഇനി രണ്ട് കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി, വെലോസിറ്റി ഇൻറ്റു ടൈം. യു വിൽ ബി ഗെറ്റിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. കാരണം ഇവിടെ എന്താണ് കോൺസ്റ്റൻറ്റ്? വെലോസിറ്റി ഇസ് കോൺസ്റ്റൻറ്റ്. സോ എക്സ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി. നൗ വാട്ട് അബൌട്ട് ഹിയർ? ഇവിടെ അതുപോലെ തന്നെ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയർ. സോ യു ഇൻറ്റു ടി പ്ലസ് ഹാഫ് a t square and your answer will be half gt square. ശരിയല്ലേ? So y is equal to half gt square. Okay. Now what is the resultant velocity here? See, ഇവിടെ x axis velocity u ആണ്, y axis velocity gt ആണ്. So the resultant velocity is equal to root of u square plus g square t square. അതെങ്ങനെയാണ് കിട്ടിയത്? Because that is equal to root of vx square plus വി വൈ സ്ക്വയർ. സിമ്പിൾ അല്ലേ? ഓക്കെ. സോ എന്ത് ചെയ്താൽ മതി? റിസൾട്ടൻറ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ യു ടേക്ക് ദ വെക്റ്റർ അഡീഷൻ ഓഫ് വി എക്സ് ആൻഡ് വി വൈ. സോ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ബിക്കോസ് വി എക്സ് ആൻഡ് വി വൈ ദേ ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ അല്ലേ? നൗ വാട്ട് ഈസ് ടാൻ ബീറ്റ? ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു വി വൈ ഡിവൈഡഡ് ബൈ വി എക്സ്. ഇതുണ്ടോ ടാൻ ബീറ്റ? ഇപ്പോൾ ടാൻ ബീറ്റ ഓപ്പോസിറ്റ് ബൈ ടാൻ ബീറ്റ ഈസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് നമുക്ക് എന്താണ് വരുന്നത്? ഓപ്പോസിറ്റ് വി വൈ ആണ്, അഡ്ജസൻറ്റ് വി എക്സ് ആണ്. സോ ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു വി വൈ ഡിവൈഡഡ് ബൈ വി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? വി വൈ എന്താണ്? വി വൈ ഈസ് ഈക്വൽ ടു ജി ടി ഡിവൈഡഡ് ബൈ യു. ഓക്കെ അല്ലേ? സിമ്പിളാണ്. ഓക്കെ. നൗ അഗെയിൻ നിങ്ങൾ എച്ച് എന്താണ്? ഇവിടെ എച്ച് എന്ന് എടുത്തിരിക്കുന്നത് വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എച്ച് എന്ന് എടുത്തിരിക്കുന്നത്. ഇവിടെ വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എത്രയെന്ന് കിട്ടി? ഹാഫ് ജി ടി സ്ക്വയർ ആണെന്ന് കിട്ടി. അപ്പോൾ എനിക്ക് ആ മാക്സിമം ഹൈറ്റ് കാണണമെങ്കിൽ ആ മാക്സിമം ടൈം ശരിയല്ല. സോ എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ ജി എന്ന ഇക്വേഷൻ കിട്ടി. ശരിയല്ലേ? ആ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടോട്ടൽ ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ക്യാപിറ്റൽ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു റൂട്ട് ഓഫ് 2h ബൈ ജി. വളരെ സിമ്പിൾ അല്ലേ? അതെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, എക്സ് ആക്സിസിൽ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ദർ ഇസ് നോ ആക്സലറേഷൻ അലോങ് എക്സ് ആക്സിസ്. ബട്ട് അലോങ് വൈ ആക്സിസ് ദ വെലോസിറ്റി കീപ്സ് ഓൺ ചേഞ്ചിങ്. നേരത്തെ നമ്മൾ കണ്ട പ്രൊജക്റ്റൈൽ മോഷനിൽ വൈ ആക്സിസിൽ ഇനിഷ്യലി എന്തുണ്ടായിരുന്നു? വെലോസിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് യു സൈൻ തീറ്റ. അത് പിന്നെ എന്തായി മാറി? യു സൈൻ തീറ്റ മൈനസ് ജി ടി. എന്നിട്ട് നമ്മൾ റിസൾട്ടൻ്റ് എടുത്തപ്പോഴോ യു കോസ് തീറ്റ ഈസ് ദ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് ആൻഡ് യു സൈൻ തീറ്റ മൈനസ് ജി ടി ഈസ് ദ വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് റൂട്ട് ഓഫ് യു സ്ക്വയർ മൈനസ് 2UGT സൈൻ തീറ്റ പ്ലസ് ജി സ്ക്വയർ ടി സ്ക്വയർ. ഓക്കെ. ഇവിടെ പക്ഷേ ആരില്ല? ദർ ഈസ് നോ ഇനിഷ്യൽ വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. ദർ ഈസ് ഓൺലി ഫൈനൽ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് വിച്ച് ഈസ് ജി ടി. ശരിയല്ലേ? സോ ദ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് ഇസ് യു ആൻഡ് ദ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ഇസ് ജി ടി. സോ വെൻ യു ടേക്ക് ദ റിസൾട്ടൻറ്റ് ഇറ്റ് ഈസ് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ ടി സ്ക്വയർ. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. ആ കൺസെപ്റ്റ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. നൗ വാട്ട് ഈസ് ടാൻ ബീറ്റ? ടാൻ ബീറ്റ ഈസ് ഓൾവേസ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് വിച്ച് ഈസ് ഈക്വൽ ടു വി വൈ ബൈ വി എക്സ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ജി ടി ബൈ യു because the velocity along y-axis is gt and the velocity along x-axis is u. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഹാഫ് ജി ടി സ്ക്വയർ. അതിനകത്ത് ടൈം കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ ജി. അതുപോലെ റേഞ്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം യു ഇൻറ്റു ടി. ഹിയർ ടൈം ഈസ് റൂട്ട് ഓഫ് 2h ബൈ ജി. സോ യു ഇൻറ്റു റൂട്ട് ഓഫ് 2h ബൈ ജി. ശരിയല്ലേ? ഇനി പ്രൊജക്റ്റൈൽ മോഷനിലെ ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച് ഓഫ് ഫ്ലൈറ്റ്, ഹൈറ്റ് ഓഫ് ഫ്ലൈറ്റ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം?
അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റൈൽ ഈസ് കോൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ആൻഡ് ഹിയർ ദ ഇക്വേഷൻ ഈസ് 2u sin theta divided by g. Right? The equation for time of flight is 2u sin theta by g. Now what is range of flight? The maximum horizontal displacement is called range of flight, that is equal to u square sin 2 theta by g. And the last equation, height of flight, that is the maximum height attained during the projectile, which is equal to u square sin square theta divided by 2g. I think with these topics covered, you will be able to solve majority of the questions asked from this chapter, right? Thanks.